ഹലോ, വെൽക്കം ടു ദ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ PHPയുടെ ഡാറ്റ ടൈപ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞു നിർത്തിയത്. ഏതൊക്കെ ടൈപ്പ് ഡാറ്റ ടൈപ്സ് ഉണ്ട്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. അവിടെ കോർ ഡാറ്റ ടൈപ്പും സ്പെഷ്യൽ ഡാറ്റ ടൈപ്സും ഉണ്ട്. കോഡിൽ ഇൻറ്റീജർ, ഫ്ലോട്ട്, ബൂളിയൻ, സ്ട്രിങ്, അതുപോലെ സ്പെഷ്യൽ ഡാറ്റ ടൈപ്സിൽ നൾ, അറേ, ഒബ്ജക്റ്റ്, റിസോഴ്സ്, ഇത്രയും ക്ലാസിഫിക്കേഷൻസ് അവിടെ ഉണ്ട്. നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. സിമ്പിളാണ്. കുറേയൊക്കെ ഡാറ്റ ടൈപ്സ് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് C++ലുള്ളതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗം എടുക്കാം. കോർ ഡാറ്റ ടൈപ്പ്. കോഡിൽ വരുന്നത് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. അപ്പോൾ കോഡിൽ നമുക്കറിയാം ഇൻറ്റീജർ, ഫ്ലോട്ട്, സ്ട്രിങ്, അതുപോലെ തന്നെ ബൂളിയൻ, ഇത്രയും ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സ് ആണ് ഉള്ളത്. അപ്പം ഇൻറ്റീജർ എന്താണെന്ന് നോക്കാം. ഇൻറ്റീജർ നമുക്കറിയാം ഹോൾ നമ്പേഴ്സാണ്. പ്രിസിഷൻ പോയിൻ്റ് ഒന്നും ഇല്ലാത്ത, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഒന്നും ഇല്ലാത്ത, പോയിൻ്റ് ഇല്ലാത്ത നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും എല്ലാം ഇൻറ്റീജർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഫ്ലോട്ട് ഓർ ഡബിൾ. പോയിൻ്റ് ഉള്ള നമ്പേഴ്സ് അല്ലേ, അത് നെഗറ്റീവ് നമ്പേഴ്സ് ആയാലും പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിലും പോയിൻ്റ് ഉള്ള നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഫ്ലോട്ടും ഡബിളും യൂസ് ചെയ്യുന്നത്. ഡബിൾ യൂസ് ചെയ്യുന്നത് എന്താണ്, കുറച്ചുകൂടി പ്രിസിഷൻ സൈസ് കൂടുതലുള്ള ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ സ്ട്രിങ് എന്താ, വേർഡ്, അതായത് വേർഡ്സ്, സെൻറ്റൻസ്, ഇതിനെയൊക്കെ ഹോൾഡ് ചെയ്യാനാണ് സ്ട്രിങ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുക. ഡബിൾ കോഡ്സിൽ ഒന്നിലധികം ലെറ്റേഴ്സ് നമ്മൾ എഴുതുമ്പോൾ അതിനെ സ്ട്രിങ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. PHPയിൽ അങ്ങനെ തന്നെയാണ്. ഇതിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ആപ്പിൾ, PHP എക്സെട്ര. എന്തും നമ്മൾ ഡബിൾ കോഡ്സിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ, സ്ട്രിങ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് കോർ ഡാറ്റ ടൈപ്പാണ് ബൂളിയൻ. ബൂളിയൻ ഡാറ്റ ടൈപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്, ട്രൂ ആൻഡ് ഫോൾസ് അല്ലേ. ട്രൂ, ഫോൾസ്, ഈ രണ്ട് വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് ബൂളിയൻ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വാല്യൂബിളിനെ ട്രൂ ആക്കി വെക്കുക അല്ലെങ്കിൽ ഫോൾസ് ആക്കി വെക്കുക, അങ്ങനെ വാല്യൂ വെച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് ബൂളിയൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് സ്പെഷ്യൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്നത് നൾ, അറേ, ഒബ്ജക്റ്റ്, റിസോഴ്സ്. അപ്പോൾ ഓരോന്ന് എന്താ നോക്കാം. നൾ നമ്മൾ SQL പഠിച്ചപ്പോൾ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എംപ്റ്റി വാല്യൂ, അവിടെ ഒന്നുമില്ല, സീറോ അല്ല, വേറെ ഒരു വാല്യൂസിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല, അവിടെ എംപ്റ്റി ആണ്. അതാണ് നൾ എന്ന് പറയുന്നത്. PHPയിൽ നൾ അതുപോലെ തന്നെയാണ്. നമുക്ക് നൾ എന്ന് പറയുന്നത് ഒരു വാല്യൂ അല്ലെങ്കിൽ ഇന്ന വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നില്ല, അത് എംപ്റ്റി വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് നൾ. ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് $x = നൾ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, എക്സിൽ നൾ വാല്യൂ അസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി എക്സിൽ വേറെ നമുക്ക്, അതായത് എക്സ് എന്ന് വിളിക്കുമ്പോൾ ഒരു സ്പെസിഫിക് വാല്യൂ അല്ല നമുക്ക് വരിക, ഒരു എംപ്റ്റി വാല്യൂ ആയിട്ടാണ് നമുക്കത് കിട്ടുന്നത് എക്സിന്. നെക്സ്റ്റ് ഡാറ്റ ടൈപ്പാണ് അറേ. അറേ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്തിനാണ്, മൾട്ടിപ്പിൾ വാല്യൂസിനെ ഒരു സിംഗിൾ വാരിയബിളിൽ ഹോൾഡ് ചെയ്യുന്നു. അവിടെ ഇപ്പോൾ അറേ സൈസ് 5, 10, 100 എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അത്രയും സൈസിനനുസരിച്ചുള്ള ഓരോ വാല്യൂസിനെയാണ്, മൾട്ടിപ്പിൾ വാല്യൂസ്, സെയിം ടൈപ്പായിട്ടുള്ള മൾട്ടിപ്പിൾ വാല്യൂസിനെയാണ് അറേ ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഓരോ എലമെൻറ്റിനും ഓരോ പൊസിഷൻ വാല്യൂ ഉണ്ട്. അത് ഫസ്റ്റ് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചാണല്ലേ. 0ൽ ഫസ്റ്റത്തെ എലമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക, പിന്നെ 1ൽ രണ്ടാമത്തെ എലമെൻ്റാണ്, 3ൽ 2ൽ മൂന്നാമത്തെ എലമെൻ്റാണ്. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് അറേ. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റും C++ൽ നമ്മൾ പഠിച്ച പോലെ സെയിം അതേ ഒബ്ജക്റ്റിൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, വാരിയബിൾസിനെയും ഫങ്ഷൻസിനെയും ഒന്നായിട്ട് അല്ലേ ഒരുമിച്ച് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ എന്തിനാണ്, ആ ഒരു വാരിയബിളിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു വാരിയബിൾ, ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു വാരിയബിളിൻ്റെ ഉള്ളിൽ അതിൻ്റെ വാരിയബിളും ഫങ്ഷനും ഒക്യുപ്പൈഡ് ആയിരിക്കും. ഇനി കൂടുതലും നമ്മൾ ഒബ്ജക്ട്സ് യൂസ് ചെയ്യുന്നത് ക്ലാസ് ബേസ്ഡ് ആയിട്ടായിരിക്കും അല്ലേ. ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യണോ, ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റ് കൂടുതലായിട്ടും യൂസ് ചെയ്ത് വരുന്നത്. ഇനി റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഡാറ്റ ടൈപ്പ് അല്ല. റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വാരിയബിളാണ്. ആ ഒരു വാരിയബിൾ വേറൊരു എക്സ്റ്റേണൽ റിസോഴ്സിനെ പോയിൻ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ഈ ഒരു റിസോഴ്സ് ഹോൾഡ് ചെയ്യണത്. റിസോഴ്സ് ആയിട്ടുള്ള ഒരു വാരിയബിൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നതെന്ന് പറയുന്നത് ഒരു വാല്യൂവിനെയല്ല, മറിച്ച്
വേറൊരു എക്സ്റ്റേണൽ ഒരു റിസോഴ്സിൻ്റെ എന്തെങ്കിലും ഒരു റെഫറൻസ് ആയിരിക്കും ഈ റിസോഴ്സ് എന്ന് പറയുന്ന വാരിയബിൾ ഹോൾഡ് ചെയ്ത് വയ്ക്കുക. അതുകൊണ്ട് ഒരു സ്പെസിഫിക് ഡാറ്റ ടൈപ്പ് അല്ല റിസോഴ്സ്, പക്ഷെ അത് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു റിസോഴ്സിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ റെഫറൻസിനായിരിക്കും ഹോൾഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ PHPയിലെ ഡാറ്റ ടൈപ്സ്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓപ്പറേറ്റേഴ്സാണ്. PHPയിലുള്ള ഓപ്പറേറ്റേഴ്സ് നമ്മൾ മിക്ക ലാംഗ്വേജസ് നമ്മൾ പഠിച്ചതിലും ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചതാണ്. സെയിം അത് തന്നെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഓപ്പറേറ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ്, കമ്പൈൻഡ് ഓപ്പറേറ്റേഴ്സ്. നമുക്കറിയുന്നത് തന്നെയാണ് എല്ലാതും. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്തിനായിരിക്കും? ഈക്വൽ ടു ആണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻ ചെയ്യാൻ അല്ലേ, ഒരു വാല്യൂവിനെ ഒരു വാല്യൂബിളിലേക്കോ അല്ലെങ്കിൽ ഒരു വാല്യൂവിനെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്കോ ഇങ്ങനെയൊക്കെ അസൈൻ ചെയ്യാനായിട്ടാണ് ഈക്വൽ ടു ഓപ്പറേറ്റർ. ഈക്വൽ ടു ഓപ്പറേറ്ററിനെയാണ് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. $myvar = 4, അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്, ഈക്വൽ ടു. അതുപോലെ $newvar = $myvar അല്ലേ, അത് ഈക്വൽ ടു ഈക്വൽ ടു യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അപ്പോൾ ഈക്വൽ ടു എവിടെയൊക്കെ ഉണ്ടോ അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഇനി നെക്സ്റ്റ് ആണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ പറയാം. പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, മോഡുലസ്, സെയിം പർപ്പസ് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് PHPയിലെ. നെക്സ്റ്റ് വരുന്നതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? കമ്പയർ ചെയ്യാൻ, വലുതാണോ അതോ ഈക്വൽ ആണോ, ചെറുതാണോ അതോ ഈക്വൽ ആണോ, പിന്നെ രണ്ടും ഈക്വൽ ആണോ, നോട്ട് ഈക്വൽ ആണോ, ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ അല്ലേ. അപ്പോൾ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും നമുക്ക് ആൻസർ വരിക. അപ്പം ഇവിടെ നോക്കുക, ഓപ്പറേറ്റേഴ്സായിട്ട് പറയാനുള്ളത് ഈക്വൽ ടു ഓപ്പറേറ്റേഴ്സ്, ഡബിൾ ഈക്വൽ ടു അല്ലേ, രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇപ്പോൾ ഇവിടെ X, Y ഡബിൾ ഈക്വൽ ടു വെച്ച് ചെക്ക് ചെയ്താൽ ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് ഫോൾസ് വരും, ഈക്വൽ ആണെങ്കിൽ നമുക്ക് ട്രൂ വരും. അതുപോലെ നോട്ട് ഈക്വൽ ടു എന്താണ്? രണ്ടും ഈക്വൽ അല്ല എന്നാണ് പറയണേ. അത് ട്രൂ ആണെങ്കിൽ ട്രൂ വരും, ഫോൾസ് ആണെങ്കിൽ ഫോൾസ് വരും. അതുപോലെ ലെസ് ദാൻ, ലെഫ്റ്റ് സൈഡിലുള്ളത് ചെറുതാണോ നോക്കുന്നു. അതുപോലെ ഗ്രേറ്റർ ദാൻ, ലെഫ്റ്റ് സൈഡിലുള്ളത് ഗ്രേറ്റർ ആണോ നോക്കുന്നു. അതുപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെഫ്റ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡിലുള്ളതിനേക്കാളും ചെറുതാണോ അതോ ഈക്വൽ ആണോ. രണ്ടിലേതെങ്കിലും ഒന്നായാൽ ട്രൂ ആണ് വരിക. അതുപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെഫ്റ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡിലുള്ളതിനേക്കാളും വലുതോ അതോ ഈക്വലോ ഏതെങ്കിലും ഒന്നായാൽ നമുക്ക് ട്രൂ വരും അല്ലേ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ടേബിളിൽ എക്സാമ്പിൾ വെച്ചിട്ട് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഏതാണ് റിസൾട്ട് വന്നിട്ടുള്ളതെന്നും അവിടെ പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാത്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഫോൾസ്, ട്രൂ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതെന്നുള്ളത് നമുക്ക് അപ്പോൾ മനസ്സിലാവും. ഇനി നെക്സ്റ്റ് ഓപ്പറേറ്ററാണ് ലോജിക്കൽ ഓപ്പറേറ്റർ അല്ലേ. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യണത്? കമ്പാരിസൺ അതായത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻസിനെ കമ്പയർ ചെയ്യാനാണ് അല്ലേ. രണ്ട് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള രണ്ട് എക്സ്പ്രഷൻസിനെ കമ്പയർ ചെയ്തിട്ട് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാനാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉള്ളത്. അതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. A>B ആൻഡ് A>C, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉള്ളത് റിലേഷണൽ എക്സ്പ്രഷൻസ് ആണ് അല്ലേ. അവിടെ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് ലോജിക്കൽ ഉള്ളത്. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ ഇവിടെ നമ്മൾ ആൻഡ്, ഓർ, നോട്ട് മാത്രമാണ് നമുക്ക് പരിചയമുള്ളത്. പക്ഷേ ഇവിടെ കുറച്ച് വേറൊരു ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. സെയിം കോൺസെപ്റ്റ് തന്നെയാണ്, പക്ഷേ ഓപ്പറേറ്റേഴ്സിൻ്റെ ഇതിന് വ്യത്യാസമുണ്ട്, സിമ്പിളിന് വ്യത്യാസമുണ്ട്. നമുക്കിവിടെ നോക്കാം. PHPയിൽ ആദ്യത്തെ ഓപ്പറേറ്ററാണ് ആൻഡ് നമുക്കറിയാം ലെഫ്റ്റും റൈറ്റും നോക്കും, രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് ട്രൂ ആവുള്ളൂ. അതാണ് ആൻഡ്. അതിൻ്റെ തൊട്ട് താഴെയുള്ള 2% എന്നുള്ള ആ ഒരു ഓപ്പറേറ്ററും ആൻഡ് തന്നെയാണ്. അപ്പോൾ ആൻഡ് രണ്ട് രീതിയിൽ എഴുതാം, ആൻഡെന്നും എഴുതാം, ഈ 2% ഇടാം. അപ്പം 2% ഇട്ടാൽ അത് ആൻഡ് തന്നെയാണ്. അപ്പം ആൻസർ എന്താണ്? രണ്ടും ലെഫ്റ്റും റൈറ്റും ട്രൂ ആണെങ്കിൽ മാത്രം ആൻസർ ട്രൂ ആവും. ഇനി മൂന്നാമത്തെയാണ് ഓർ. രണ്ട് എക്സ്പ്രഷൻസിനെ ഓർ ചെയ്താൽ എന്താ? ലെഫ്റ്റും റൈറ്റും നോക്കും, ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ട്രൂ ആയാൽ മതി.
നമുക്ക് ആൻസർ ട്രൂ വരും. അതുപോലെ ഓറിൻ്റെ താഴെ നാലാമത്തെ 2 ലൈൻ അത് ഓർ ഓപ്പറേറ്ററാണ്. അതെന്താ ചെയ്യുക, ലെഫ്റ്റ് റൈറ്റ് നോക്കും, ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ട്രൂ ആയാൽ ആൻസർ ട്രൂ ആവും. നെക്സ്റ്റ് 5th വണ്ണാണ് എക്സ് ഓർ. എക്സ് ഓർ എന്താ ചെയ്യുന്നത്, ഇത് 2 എക്സ്പ്രഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ ആൻസർ ട്രൂ ആണ്. അതാണ് എക്സ് ഓർ. അത് ഓറിൻ്റെ അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ലാസ്റ്റ് വണ്ണാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. അതെന്താ, നോട്ട് ഓപ്പറേറ്ററാണ്. നോട്ട് എന്താ ചെയ്യുക, സിംഗിൾ ഓപ്പറേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് അതായത് ഒരു എക്സ്പ്രഷൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ അല്ലേ. യൂണറി ഓപ്പറേറ്റർ ആണെന്നൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നോട്ട് എന്താ ചെയ്യുക, റിസൾട്ട് ട്രൂ ആണെങ്കിൽ ക്വസ്റ്റ്യനിലുള്ള എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ റിസൾട്ട് അതിൻ്റെ ഓപ്പോസ് ചെയ്യും അല്ലേ. ട്രൂ ആണെങ്കിൽ അത് ഫോൾസ് ആക്കും, ഫോൾസ് ആണെങ്കിൽ അത് ട്രൂ ആക്കും. അതാണ് നോട്ട് ചെയ്യുന്ന കാര്യം. ഇനി നെക്സ്റ്റ് PHPയുടെ ഓപ്പറേറ്ററാണ് സ്ട്രിങ് ഓപ്പറേറ്റർ. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് സ്ട്രിങ് ഓപ്പറേറ്റർ പ്ലസ്, പക്ഷേ PHPയിൽ പ്ലസ് അല്ല, വേറെ ടൈപ്പ് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യണത്. സ്ട്രിങ് ഓപ്പറേറ്റേഴ്സായിട്ട് PHPയിൽ കൺസിഡർ ചെയ്യുന്നത് കോൺകാറ്റിനേറ്റിംഗ് ഓപ്പറേറ്ററും, അതായത് ഡോട്ട്. രണ്ടാമത്തെ കോൺകാറ്റിനേറ്റിംഗ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററുമാണ്, അതായത് ഡോട്ട് ഈക്വൽ ടു. ഇങ്ങനെ 2 ഓപ്പറേറ്റേഴ്സാണ് PHPയിൽ സ്ട്രിങ് ഓപ്പറേറ്റേഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. കോൺകാറ്റിനേറ്റിംഗ് ഓപ്പറേറ്ററായിട്ടുള്ള ഡോട്ടും അതുപോലെ കോൺകാറ്റിനേറ്റിംഗ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററായിട്ടുള്ള ഡോട്ട് ഈക്വൽ ടു. എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. കോൺകാറ്റിനേറ്റിംഗ് ഓപ്പറേറ്റർ, അതായത് ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് 2 പേരും ആഡ് ചെയ്യാൻ തന്നെയാണ്. 2 സ്ട്രിങ്ങുകൾ ഉണ്ടെങ്കിൽ 2 സ്ട്രിങ്ങുകളെ കൂട്ടിച്ചേർക്കാൻ തന്നെയാണ് ഈ 2 ഓപ്പറേറ്റേഴ്സും യൂസ് ചെയ്യുന്നത്. പക്ഷേ ചെറിയൊരു വ്യത്യാസം, അതായത് യൂസ് ചെയ്യുന്നതിലുള്ള ചെറിയൊരു വ്യത്യാസം, അത്രയേ ഉള്ളൂ. അത് കോൺകാറ്റിനേറ്റിംഗ് ഓപ്പറേറ്റർ ആയിട്ടുള്ള ഡോട്ട് യൂസ് ചെയ്യുന്നത് 2 സ്ട്രിങ്ങുകളെ ജോയിൻ ചെയ്ത് വേറൊരു സ്ട്രിങ്ങിലേക്ക് മാറ്റാനാണ്. ഒരു സ്ട്രിങ്ങിലേക്ക് എടുത്ത് വയ്ക്കാനാണ് കോൺകാറ്റിനേറ്റിംഗ് ഓപ്പറേറ്റർ ആയിട്ടുള്ള ഡോട്ട് യൂസ് ചെയ്യുക. അങ്ങനെ 2 പേരെയും കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കെന്താ, പുതിയൊരു സ്ട്രിങ് കിട്ടും. അത് നമ്മൾ വേറൊരു സ്ട്രിങ്ങായിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മുടെ ആ കൂട്ടിച്ചേർക്കാൻ എടുത്ത 2 സ്ട്രിങ്ങുകൾ എടുത്തു നോക്കിയാൽ അതുപോലെ തന്നെ ഉണ്ടാവും. അതാണ് ഡോട്ട്. ഇനി ഡോട്ട് ഈക്വൽ ടു യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇടതും വലതും 2 സ്ട്രിങ്ങുകൾ ഉണ്ടാവും അല്ലേ. അതിൽ റൈറ്റിലുള്ള സ്ട്രിങ്ങിനെ ലെഫ്റ്റിലുള്ള സ്ട്രിങ്ങിലേക്ക് കൂട്ടിച്ചേർക്കും. കൂട്ടിച്ചേർത്താൽ എന്താ ചെയ്യുക, അത് ജോയിൻ്റ് ആയിട്ട് ഇരിക്കും. ലെഫ്റ്റ് സൈഡിലുള്ള സ്ട്രിങ് പിന്നെ ആ ജോയിൻറ്റ് സ്ട്രിങ് ആയിട്ടാണ് ഇരിക്കുള്ളൂ. നമുക്ക് വേറൊരു സ്ട്രിങ് അല്ല അവിടെ ഫോം ചെയ്യുക, ഒന്നിനോടൊന്ന് അവിടെ ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യുക, ആഡ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡീറ്റെയിൽ ആയിട്ട്. ഇവിടെ പറയുന്നുണ്ട് പ്രോഗ്രാം 10.5 പ്രോഗ്രാം ടു ഇല്ലസ്ട്രേറ്റ് ദ കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ. HTML PHP എംബഡ് ചെയ്ത് ചെയ്യുകയാണ്. അപ്പോൾ HTML ടാഗ് ഓപ്പൺ ചെയ്തു, ബോഡി ടാഗിൻ്റെ ഉള്ളിൽ PHP കോഡ് എഴുതാൻ പോവാണ്. PHP കോഡ് എഴുതണമെങ്കിൽ എന്ത് വേണം, PHPയുടെ ടാഗ് ഓപ്പൺ ചെയ്യണം. ഓപ്പണിംഗ് ആംഗിൾ ബ്രാക്കറ്റ് $PHP. ഇനി നമ്മൾ എഴുതി തുടങ്ങുകയാണ്. $string1 ഈക്വൽ ടു ഗുഡ് അല്ലേ. string1 എന്ന് പറയുന്ന ഒരു വാരിയബിളിലേക്ക് ഗുഡ് എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് $string2 ഈക്വൽ ടു മോർണിംഗ്. string2 എന്ന് പറയുന്ന വാരിയബിളിലേക്ക് മോർണിംഗ് എന്ന് പറയുന്ന വാല്യൂവിനെ അസൈൻ ചെയ്തു. അപ്പോൾ string1 എന്താ ഉള്ളത്, ഗുഡ്. string2 എന്താ ഉള്ളത്, മോർണിംഗ്. ഇനി നമ്മൾ കോൺകാറ്റിനേഷൻ ചെയ്യാൻ പോവാണ്, സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ആദ്യം ചെയ്തിട്ടുള്ളത് ന്യൂ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു വാരിയബിളിലേക്ക് string1ഉം string2ഉം കോൺകാറ്റിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് $new string ഈക്വൽ ടു $string1 $string2. അപ്പോൾ അവിടെ കോൺകാറ്റിനേറ്റിംഗ് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ, ഡോട്ട്. അപ്പോൾ ആ ഡോട്ട് എന്താ ചെയ്യുക, string1ഉം string2ഉം ഒന്നിച്ചാക്കിയിട്ട് ന്യൂ സ്ട്രിങ്ങിലേക്ക് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ന്യൂ സ്ട്രിങ്ങിൽ എന്താ ഉണ്ടാവുക, ഗുഡ് മോർണിംഗ് ഉണ്ടാവും അല്ലേ. പക്ഷേ string1ഉം string2ഉം അവിടെ ചേഞ്ച് ചെയ്തിട്ടില്ല. string1ൽ ഗുഡാണുള്ളത്, string2ൽ മോർണിംഗ് ആണുള്ളത്. അവർ 2 പേരും കൂടിയിട്ടുള്ള സ്ട്രിങ് ന്യൂ സ്ട്രിങ്ങിലാണുള്ളത്. ഇനി നെക്സ്റ്റ് അതിൻ്റെ താഴെ $string1 ഈക്വൽ ടു $string2. നമ്മുടെ രണ്ടാമത്തെ സ്ട്രിങ് ഓപ്പറേറ്റർ അപ്ലൈ ചെയ്തു. $string1 ഈക്വൽ ടു $string2. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക, റൈറ്റ് സൈഡിലുള്ള സ്ട്രിങ് ഏതാണോ അതിനെ ലെഫ്റ്റ് സൈഡിലുള്ള സ്ട്രിങ്ങിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കും അല്ലേ.
അപ്പോൾ അവിടെ മാറ്റം വന്നു. സ്ട്രിങ് 1 അവിടെ മാറി. സ്ട്രിങ് 1 ഇനി ഗുഡ് അല്ല. സ്ട്രിങ് 1നെ ഡിസ്പ്ലേ ചെയ്യാൻ നോക്കിയാൽ ഗുഡ് മോർണിംഗ് എന്നാണ് വരിക. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇവിടെ എക്കോ വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂ സ്ട്രിങ്ങിനെയും സ്ട്രിങ് 1നെയും പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂ സ്ട്രിങ്ങിൽ എന്താ, 2 പേരും കൂടി ചേർത്ത് ന്യൂ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് വന്നു. അതുപോലെ സ്ട്രിങ് 1നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തപ്പോൾ ഗുഡ് അല്ല അവിടെ വന്നത്, ഗുഡ് മോർണിംഗാണ് വന്നത്. അത് ഡോട്ട് ഈക്വൽ ടു വെച്ച് നമ്മൾ ചെയ്തപ്പോൾ സ്ട്രിങ് 1നോട് ആഡ് ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് റിസൾട്ട് വരിക. ലാസ്റ്റ് PHPയുടെ ടാഗ് ക്ലോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ മാർക്ക്, ക്ലോസിങ് ആംഗിൾ ബ്രാക്കറ്റ് അതിട്ടു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഇനി നെക്സ്റ്റാണ് കമ്പൈൻഡ് ഓപ്പറേറ്റേഴ്സ്. കമ്പൈൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, ഇൻറ്റു ഈക്വൽ ടു, ഡിവിഷൻ ഈക്വൽ ടു, മോഡ് ഈക്വൽ ടു എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പോൾ സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ഡോട്ട് ഈക്വൽ ടു എന്താണ്, കമ്പൈൻഡ് ഓപ്പറേറ്റേഴ്സിൽ പെടും. കാരണം ഡോട്ടും ഈക്വൽ ടു കമ്പൈൻഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി നെക്സ്റ്റാണ് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്ലസ് പ്ലസ്, മൈനസ് മൈനസ്, അതുപോലെ വാല്യൂ പ്ലസ് പ്ലസ്, വാല്യൂ മൈനസ് മൈനസ്. പ്രീ ഇൻക്രിമെൻറ്റും പ്രീ ഡിക്രിമെൻറ്റും പോസ്റ്റ് ഇൻക്രിമെൻറ്റും പോസ്റ്റ് ഡിക്രിമെൻറ്റും നമ്മൾ പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് ഇവരുടെ വ്യത്യാസം എന്നുള്ളതൊക്കെ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലസ് 1ൻ്റെ CS ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഭാഗം നോക്കിയാൽ മതി. ഇനി നമ്മുടെ ലാസ്റ്റ് PHPയുടെ ഓപ്പറേറ്ററാണ് എസ്കേപ്പ് സീക്വൻസസ്. എസ്കേപ്പ് സീക്വൻസസ് എന്ന് പറയുന്നത് സ്ലാഷോട് കൂടി നമ്മൾ കുറച്ച് സിമ്പിൾസുകൾ ഇടും. അതിനൊരു സ്പെസിഫിക് മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവും. അതാണ് സ്പെഷ്യൽ സീക്വൻസസ്. സ്ലാഷ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇവിടെ ഓപ്പറേറ്റേഴ്സ് പറയുന്നുണ്ട് സ്ലാഷ് ഡബിൾ കോട്ട്സ്. സ്ലാഷ് ഡബിൾ കോട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ പ്രിൻറ്റ് ചെയ്യാനുള്ളതിൽ ഡബിൾ കോട്ട്സിന് കാണിക്കും. അതാണ്. അതുപോലെ സ്ലാഷ് സിംഗിൾ കോട്ട് ഇട്ടാൽ സിംഗിൾ കോട്ട്സ് അവിടെ വരും. സ്ലാഷ് N ഇട്ടാൽ ന്യൂ ലൈൻ എന്നാണ് അർത്ഥം. അതായത് ഇനി എന്ത് പ്രിൻറ്റ് ചെയ്യുന്നു അത് ന്യൂ ലൈനിലാണ് വരിക, അടുത്ത നെക്സ്റ്റ് ലൈനിലാണ് വരിക. അതുപോലെ സ്ലാഷ് T ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു സ്പേസ് വരും, പ്രിൻറ്റിങ്ങിൽ ഒരു സ്പേസ് വരും. അതുപോലെ സ്ലാഷ് R ഇട്ട് കഴിഞ്ഞാൽ ക്യാരേജ് റിട്ടേൺ. അതുപോലെ സ്ലാഷ് $സൈൻ ഇട്ടാൽ ഡോളർ സിമ്പിൾ അവിടെ വരും പ്രിൻറ്റിങ്ങിൽ. അതുപോലെ ഡബിൾ സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ ബാക്ക് സ്ലാഷ് ആണ് വരിക. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ എസ്കേപ്പ് സീക്വൻസസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര എടുക്കുന്നുള്ളൂ. എന്താണ് ഡാറ്റ ടൈപ്സ് എന്നും എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് മെയിനായിട്ട് നമ്മൾ രണ്ടും C++ൽ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളും യൂസേജിലുള്ള വ്യത്യാസങ്ങളും മാത്രമേ ഇവിടെയുള്ളൂ. പിന്നെ ഉള്ളത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ സെയിം കോൺസെപ്റ്റിൽ തന്നെ വേറെയും ഓപ്പറേറ്റേഴ്സ് സിമ്പിൾ മാറുന്നുണ്ട് എന്നുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പം എന്തായാലും ഷോർട്ട് ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് ചോദിക്കും PHPയിലുള്ള ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഡാറ്റ ടൈപ്സിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ നെക്സ്റ്റ് ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് പറയാം.